ഭാരതത്തിനുള്ള അമേരിക്കയുടെ താരിഫ് 18% കുറച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും. നിലവിലുണ്ടായിരുന്ന 25% നിന്നാണ് 18% കുറച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US പ്രസിഡന്റ് ഫോണിൽ സംസാരിച്ചിരുന്നു. രാജ്യത്തെ 140 കോടി ജനങ്ങൾക്ക് വേണ്ടി നന്ദി അറിയിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചു. വിവരങ്ങൾ ഐസൺ ജോസാണ് നൽകുന്നത്. ഐസൺ, ഈ താരിഫ് ഉയർത്തിക്കൊണ്ട് ഒരു ഭീഷണി, ഒരു പ്രകോപനം, ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ കുറേ നാളായിട്ട് ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന നീക്കങ്ങൾ. പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇത് പഴയ ഇന്ത്യയല്ല, പുതിയ ഭാരതമാണ്. അത് അമേരിക്ക ആയിക്കോട്ടെ, ചൈന ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, ഏതെങ്കിലും രീതിയിലുള്ള ഭീഷണികൾക്കും പ്രകോപനങ്ങൾക്കും ഈ മഹത്തരമായ രാഷ്ട്രം വഴങ്ങില്ല എന്ന സന്ദേശം കൃത്യമായി നമ്മൾ നൽകിയതാണ്. ഒരുപക്ഷെ അതിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ ട്രംപ് വഴങ്ങുന്നത്? നിലപാടിലേക്ക്, അതായത് 25% നിന്നും 18%, 2 ഘടകങ്ങളായാണ് ഭാരതത്തിനെതിരെ ട്രംപ് നികുതി ചുമത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ അധിക താരിഫ് ചുമത്തിയിരിക്കുന്നത്. അത് ഒരു ഘടകം എന്ന് പറയുന്നത് ജനറലായ മറ്റെല്ലാ രാജ്യങ്ങൾക്കും സാധാരണ ചുമത്തുന്നത് പോലെ തന്നെ 25%, ആ എമൗണ്ട് 25% എന്ന രീതിയിൽ അധിക താരിഫ് ഉയർത്തുകയായിരുന്നു. അതോടൊപ്പം തന്നെ 25% റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൻ്റെ, ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൻ്റെ പേരിലുള്ള ഒരു പിഴ താരിഫും കൂടി ചുമത്തുകയായിരുന്നു. അങ്ങനെ 50%മാണ് സാങ്കേതികമായി ഭാരതത്തിനെതിരെ ചുമത്തിയിരിക്കുന്ന താരിഫ് എന്നുള്ളത്. ഈ 2 താരിഫുകളിൽ നിന്നും ആദ്യഘട്ടം താരിഫിൽ നിന്ന് 25% നിന്നും 18% ചുരുക്കിയിരിക്കുന്നു. അതായത് 7% കുറവ് വരുത്തിയിരിക്കുന്നു എന്നാണ് ഇന്നലെ ട്രംപ് അറിയിച്ചത്. തൊട്ടു പിന്നാലെ ഇക്കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിരീകരിക്കുകയും ചെയ്തു. പക്ഷേ മറ്റു ചില കാര്യങ്ങൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ട്രംപ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരിടുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാവുന്നതാണ്. അമേരിക്കയിലെ സെനറ്റ് അംഗങ്ങളെല്ലാം തന്നെ 20ഓളം സെനറ്റ് അംഗങ്ങൾ, 20ലേറെ സെനറ്റ് അംഗങ്ങൾ ചേർന്ന് ഈ താരിഫ് യുദ്ധം നടത്തി. അമേരിക്കയുടെ ഈ താരിഫ് യുദ്ധം കാരണം ഭാരതം ചൈനയുമായി അടുക്കുന്നു, അതുപോലെ തന്നെ ഭാരതവുമായുള്ള മറ്റു രാജ്യങ്ങളുമായുള്ള മികച്ച നയതന്ത്ര ബന്ധം ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്ക് താരിഫ് പോകുന്നു എന്ന ഉൾപ്പെടെയുള്ള രാഷ്ട്രീയപരമായ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. കോടതിയിൽ അതിൻ്റെ നിയമസാധുത ചോദ്യം ചെയ്യപ്പെടുന്നു. അത്തരത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ അമേരിക്കയിൽ ഭരണപരമായി നേരിടുന്നതോടൊപ്പം തന്നെ അമേരിക്കയുടെ വിലക്കയറ്റത്തിനും അല്ലെങ്കിൽ സാങ്കേതികമായ ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയുടെ കുറവിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്ന ഒരു അന്തരീക്ഷം കൃത്യമായും ട്രംപിന് തിരിച്ചറിയുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായപ്പോഴാണ് ഈ 18% താരിഫ് ചുരുക്കാനുള്ളൊരു തീരുമാനമെടുത്തത്. മാത്രമല്ല മറ്റു പല കാര്യങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്നലെ വൈകുന്നേരത്തോടെ, ഏതാണ്ട് ഇന്നലെ ഇന്ത്യൻ സമയം രാത്രിയോടെയാണ് സംഭാഷണങ്ങളെല്ലാം തന്നെ നടന്നത്. അത്തരത്തിലുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ വിശദമായി പല കാര്യങ്ങളും സംസാരിച്ചു എന്ന് ട്രംപും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇക്കാര്യത്തിലാണ് ഈ 25% നികുതി എന്നത് 18% ചുരുക്കി എന്നുള്ളതും, പിന്നീട് ഫ്രീ ട്രേഡുമായി വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കണം, തുടർന്ന് സ്വതന്ത്ര വ്യാപാര കരാറിലേക്ക് കടക്കണമെന്ന രീതിയിലൊക്കെ വിശാലമായ ചില വാക്കുകളെല്ലാം തന്നെ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതേസമയം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി വളരെ കൃത്യമായ രീതിയിലുള്ള മറുപടിയാണ് നൽകിയത്. ഫാക്റ്റുകൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് 25% നിന്നും 18% ചുരുക്കിയതിനെ ഭാരതത്തിലെ 140 കോടി ജനങ്ങളുടെ പേരിൽ നന്ദി അറിയിക്കുന്നു എന്നൊരു വാക്കാണ് അദ്ദേഹത്തിൻ്റെ സമൂഹമാധ്യമ പോസ്റ്റിൽ ആദ്യ വരിയായി, അല്ലെങ്കിൽ ആദ്യത്തെ പാരഗ്രാഫിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും ക്രക്സായ ഒരു ഘടകം. പിന്നീട് അങ്ങോട്ട് മറ്റു ചില വിഷയങ്ങളെല്ലാം തന്നെ അന്താരാഷ്ട്ര പ്രാധാന്യം ഈ ബന്ധത്തിനുണ്ട്. അതായത് ലോകത്തിലെ ഏറ്റവും മികച്ച സമ്പദ് വ്യവസ്ഥകളിൽ 2 രാജ്യങ്ങളായ ഭാരതവും അമേരിക്കയും, അതുപോലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യമായ ഭാരതം, അതുപോലെ അതിശക്തമായ ജനാധിപത്യം നിലനിൽക്കുന്ന അമേരിക്ക, അത്തരത്തിലുള്ള രാജ്യങ്ങൾ തമ്മിൽ ജനാധിപത്യവും സമ്പദ് ഘടനയും ഒരുപോലെ ശക്തമായി നിലനിൽക്കുന്ന 2 രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടതുണ്ട്. മാത്രമല്ല ലോക സമാധാനത്തിൻ്റെ കാര്യത്തിൽ ട്രംപിൻ്റെ ഇടപെടൽ കാര്യക്ഷമമാണ്. അത് കൃത്യമായ ഇടപെടൽ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നു എന്ന രീതിയിലുള്ള കൃത്യമായ ചില അന്താരാഷ്ട്ര വിഷയങ്ങളിലുള്ള നിലപാടുകളാണ് പ്രധാനമന്ത്രി അറിയിക്കുകയും ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ടതായി നോക്കിക്കാണേണ്ടത് താരിഫ് ചുരുക്കാൻ നിർബന്ധിതമായിരിക്കുന്നു ട്രംപ് എന്നാണ്. മറ്റു ചില വാഗ്ദാനങ്ങൾ, അതായത് എണ്ണ വാങ്ങുന്നില്ല എന്ന രീതിയിലൊക്കെയുള്ള ചില വാക്കുകൾ അദ്ദേഹത്തിൻ്റെ സമൂഹമാധ്യമ പോസ്റ്റിൽ കാണാനുണ്ട് എങ്കിൽ കൂടി അതിനോടൊന്നും ഭാരതത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിട്ടില്ല. അക്കാര്യമൊന്നും പരാമർശിക്കുക പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തിട്ടുമില്ല. തീർച്ചയായും അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് പഴയ ഭാരതമല്ല എന്ന മുന്നറിയിപ്പ് തന്നെയാണ്. അതായത് എന്താണോ ഭാരതം ലക്ഷ്യം വയ്ക്കുന്നത്, എണ്ണ ഇറക്കുമതിയുടെ കാര്യത്തിൽ ഭാരതത്തിൻ്റെ ഊർജ്ജ ആവശ്യമാണ് മുൻഗണന നൽകുക എന്ന് കൃത്യമായി വിദേശകാര്യമന്ത്രി പല ഫോറങ്ങളിലും പറഞ്ഞിരുന്നു. അതുതന്നെയാണ് ഭാരതത്തിൻ്റെ നിലപാട്. ആ നിലപാടിൽ മാറ്റമില്ല. റഷ്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് എവിടെ നിന്ന് എങ്ങനെ എന്നൊക്കെ ഭാരതം തീരുമാനിക്കും. ഏതെങ്കിലും ഭീഷണിയുടെ സ്വരം ഉയർത്തി തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിലോ വാണിജ്യ കാര്യങ്ങളിലോ അന്താരാഷ്ട്ര ബന്ധങ്ങളിലോ അനാവശ്യമായ അനധികൃതമായ ഇടപെടലിനെ അനുവദിക്കില്ല എന്ന കൃത്യമായ നിലപാട് ഭാരതം മുന്നോട്ട് വച്ചിരുന്നു. അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഭാരതമെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ കൃത്യമായി നിഴലിക്കുകയും ചെയ്യുന്നുണ്ട്. ഗൗതം.
ഓക്കെ ഐസൺ, എന്തായാലും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അത് അമേരിക്കയുടെയും ചൈനയുടെയും ഒന്നും മുന്നിൽ മുട്ടുമടക്കുന്ന ഒരു ദേശമല്ല. അതിൻ്റെ പഴയ പ്രൗഢി തിരിച്ചു പിടിക്കുന്ന ഒരു കാലഘട്ടമാണ്, അമൃത കാലഘട്ടമാണ്. ഈ കാലത്താണ് ട്രംപ് ഭീഷണിയുമായി അല്ലെങ്കിൽ പ്രകോപനവുമായി രംഗത്തെത്തിയത്. ഇപ്പോഴിതാ ട്രംപ് ഭാരതത്തിന് മുന്നിൽ വഴങ്ങിക്കൊണ്ട് താരിഫ് കുറച്ചുകൊണ്ടുള്ളൊരു നീക്കം അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഐസൺ ജോസാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി